ഇന്ത്യ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ കാലങ്ങളായി പ്രചരിപ്പിക്കുന്നുണ്ട്. ലവ് ജിഹാദിന് പുറമെ ലാൻഡ് ജിഹാദ്, പോപ്പുലേഷൻ ജിഹാദ്, മാർക്ക് ജിഹാദ്, ഒടുവിൽ ഷർബത്ത് ജിഹാദ് വരെയുണ്ട് അവരുടെ നുണപ്രചരണങ്ങളിൽ. സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട പദമായിരിക്കും ഒരുപക്ഷെ ജിഹാദ്. ജഹദ എന്ന അറബി പദത്തിൽ നിന്നാണ് ജിഹാദ് എന്ന പദം വരുന്നത്. പരിശ്രമിക്കുക, അധ്വാനിക്കുക എന്നൊക്കെയാണ് ജഹദ എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം. വിശുദ്ധ യുദ്ധം എന്ന് മാത്രമായ ഒരർത്ഥം ഈ പദത്തിനില്ല എന്നു സാരം. അതേസമയം മുഹമ്മദ് നബിയുടെയും അനുചരരുടെയും കാലത്ത് നടന്ന അനിവാര്യമായ ചില യുദ്ധങ്ങളെപ്പറ്റി ജിഹാദ് എന്ന് പറയാറുമുണ്ട്. അപ്പോഴും ആ മുസ്ലിങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ നിർബന്ധമായും നടത്തേണ്ട യുദ്ധം എന്ന ഒരർത്ഥം എന്തായാലും ഈ പദത്തിനില്ല. അങ്ങനെ ഒരു യുദ്ധവും ഇസ്ലാമിലില്ല. ഒരാളുടെ ഏറ്റവും വലിയ ജിഹാദ് എന്താണെന്നറിയോ? അത് ഹിന്ദുത്വ സിലബസിൽ പഠിപ്പിക്കുന്നത് ഹിന്ദുവിന് നേരെയുള്ള മുസ്ലിമിൻ്റെ ആക്രമണം എന്നാണ്. ഹിന്ദുത്വ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരുടെ സൗകര്യത്തിന് വേറെ ഒരു ഇസ്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ജിഹാദ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രകാരം അവൻ്റെ ആസക്തികൾക്കെതിരെയുള്ള, ഇച്ഛകൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് എന്നാണ്. നുണകൾക്കെതിരെ സത്യം പറയുക, അനീതി കാണിക്കുന്നിടത്ത് നീതിയെക്കുറിച്ച് സംസാരിക്കുക, സതുപദേശം നടത്തുക എന്നിങ്ങനെ നാവുകൊണ്ടുള്ള ജിഹാദ്. പാണ്ഡിത്യം കൊണ്ട് മാനവികതയെ സേവിക്കുക, സത്യത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുക എന്നിങ്ങനെ തൂലിക കൊണ്ടുള്ള ജിഹാദ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, വഴിയിലെ തടസ്സങ്ങൾ എടുത്തു നീക്കുക എന്നിങ്ങനെ കൈകൊണ്ടുള്ള ജിഹാദ്. ഒടുവിൽ അനിവാര്യമായ ഘട്ടത്തിൽ അനീതിക്കെതിരെ സായുധമായി പോരാടുന്ന വാളുകൊണ്ടുള്ള ജിഹാദ് എന്നിങ്ങനെ ഇസ്ലാമിൽ പലവിധ ജിഹാദുകളുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. അതിനെല്ലാം ഓരോ സന്ദർഭങ്ങളുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം. അല്ലാതെ സംഘപരിവാരം പ്രചരിപ്പിക്കുന്നത് പോലെ അസംബന്ധം നിറഞ്ഞ ജിഹാദ് സങ്കല്പങ്ങൾ ഇസ്ലാമിൻ്റെ വഴിയേ അല്ല.